ഹായ്, നമസ്കാരം. ഇന്നത്തെ വിഷയം അസൂയയാണ്. നോർമലി നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസൂയ തോന്നാറുണ്ട്. പക്ഷെ അത് വലിയ രീതിയിലായി കഴിഞ്ഞാൽ അസൂയ ഉള്ള വ്യക്തിക്കും അസൂയ ആരോടാണോ തോന്നുന്ന ആ വ്യക്തിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അസൂയ എന്ന് പറയുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിന്നുണ്ടാവുന്ന മറ്റൊരു വ്യക്തി എന്നേക്കാൾ കൂടുതൽ വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ അഭിനന്ദനങ്ങൾ നേടുന്നു, കൂടുതൽ വളർന്നിരിക്കുന്നു, അവനെ പോലെ എനിക്കാകാൻ പറ്റുന്നില്ല, അവനേക്കാളും താഴെയാണ് ഞാൻ എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നാണ് ഈ ഒരു അസൂയ എന്ന വികാരം ഉണ്ടാവുന്നത്. ഇനി ചില സൈൻസ് ആൻഡ് സിംറ്റംസിൽ നിന്നും നമുക്കൊരാളോട് അസൂയയുണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നമുക്ക് അസൂയയുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മളോട് അസൂയുള്ള ഒരു വ്യക്തിക്ക് നമ്മളെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ കഴിയില്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരു കൺഗ്രാജുലേഷൻ ഒക്കെ പറയുമെങ്കിലും ആ മുഖത്ത് ഒരു സന്തോഷം ഫീൽ ചെയ്യില്ല. അത് മാത്രമല്ല, ഇവരെന്ത് ചെയ്യും, ഈ വിജയത്തെ വളരെ ചെറുതാക്കി കാണും. അതായത് മറ്റുള്ളവരോട് പറയും, ഇവൻ ഇതെങ്ങനെയാ നേടിയെന്ന് എനിക്കറിയാം, ഇവൻ പണ്ട് എന്തായിരുന്നു, ഇവൻ എവിടെ പോയി പൈസ ഉണ്ടാക്കി, എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരോട് ചെന്ന് പറയും. അതായത് ആ ഒരു വിജയത്തെ വളരെ ചെറുതാക്കിയിട്ട് ആ വ്യക്തി ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചില വാക്കുകളൊക്കെ പറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു കാര്യം പറയാൻ പോയാൽ അതിൻ്റെ കുറേ നെഗറ്റീവ്സ് മാത്രം നമ്മളോട് പറയും. നമ്മളെ അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തും. കാരണം ആ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ സക്സസ് ആവും. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം നമ്മൾ നന്നായി നിർവഹിച്ചു, അപ്പം ബാക്കിയുള്ള എല്ലാവരും നമ്മളെ നന്നായിട്ട് അഭിനന്ദിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ഈ വ്യക്തി ഉണ്ടെങ്കിൽ ഈ വ്യക്തി ആ ഗ്രൂപ്പിൽ നിന്നും പെട്ടെന്ന് പോകാനായിട്ട് നോക്കും. കാരണം നമുക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങൾ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇവര് ആ ഗ്രൂപ്പിൽ നിന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വേഗം മാറ്റാൻ നോക്കും. ഇതാണ് അവരുടെ ഒരു ലക്ഷണം. അടുത്തൊരു കാര്യം, ഇവർ നമ്മളെ കോപ്പി ചെയ്യാനായിട്ട് നോക്കും. അതായത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റി, അതേപോലെ നമ്മുടെ ഡ്രസ്സിങ്, പിന്നെ നമ്മൾ എന്തെങ്കിലും ദാനധർമ്മങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ കോപ്പി ചെയ്യാനായിട്ട് നോക്കും. അടുത്തൊരു കാര്യം, ഇവർക്ക് തെറ്റായ രീതിയിലൊരു മത്സര ബുദ്ധി ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നറിയോ, നമ്മൾ ഇവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളോടൊന്നും ഇവർക്ക് വലിയ യോജിപ്പുണ്ടാവില്ല. ആ ഒരു മത്സര ബുദ്ധി ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഇവർക്ക് നമ്മളെ തോൽപ്പിക്കണം, കാരണം നമ്മൾ ഉയരാൻ പാടില്ല. അപ്പം ആ ഒരു എതിർപ്പ്, അത് പ്രവൃത്തിയിലായിരിക്കാം വാക്കിലായിരിക്കാം ഇവർക്കുണ്ടാവും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനിടയിലും ചുറ്റുവട്ടവും നമ്മുടെ കുടുംബങ്ങൾക്കിടയിലൊക്കെ കാണാൻ പറ്റും. ഒരിക്കലും ഇവരെ വെറുക്കരുത്. കാരണം ഇവർ നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നന്നായി അറിയുന്നവരായിരിക്കും. കാരണം അതുപോലെ റിസർച്ച് ചെയ്യുന്നവരാണ്. അവരുടെ കണ്ണുകൾ നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കണമെങ്കിൽ ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രയ്ക്കും നല്ല വിജയങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വന്നാൽ ആ തെറ്റിനെ ഒരു ഹൈലൈറ്റ് ചെയ്യും. തെറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യാവോ അത്രത്തോളം സ്പ്രെഡ് ചെയ്യും. അതാണ് ഇവരുടെ വേറൊരു ലക്ഷണം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇവരെ ഒരിക്കലും ഇവരോട് ദേഷ്യമോ വെറുപ്പൊന്നും കാണിക്കേണ്ട. ഇവർ ശരിക്കും നമ്മുടെ ഉയർച്ചയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കീപ് ഗോയിങ്. താങ്ക് യു.